എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ആത്മീയയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കുറേ സുഹൃത്തുക്കൾ ആത്മാന്വേഷകരെ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിനെ ആസ്പദമാക്കിയാണ്. അവർ ചോദിച്ചിട്ടുള്ള ചോദ്യം ബ്രഹ്മചര്യത്തെ കുറിച്ചിട്ടുള്ളതാണ്. ബ്രഹ്മചര്യം എന്നാൽ എന്താണ്? അതെങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത്? ബ്രഹ്മചര്യം മസ്റ്റായിട്ടും ഒരു ആത്മാന്വേഷി അനുഷ്ഠിക്കേണ്ടതുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ചോദിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ബ്രഹ്മചര്യം എന്ന വിഷയം വളരെ ഗാഢമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മുടെ യമനിയമങ്ങൾ പറയുമ്പോൾ അതിൽ ബ്രഹ്മചര്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, സനാതന ധർമ്മപ്രകാരം ഒരു മനുഷ്യന്റെ കാലഘട്ടം 4 കാലഘട്ടങ്ങളാണ്. അതായത് ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ഇങ്ങനെ സാധാരണ 4 ഘട്ടങ്ങളാണ് പറയാം. അതിൽ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ഒരു ബാല്യകാലം കഴിഞ്ഞ് വിദ്യാഭ്യാസമൊക്കെ ചെയ്യുന്ന കാലഘട്ടത്തിലാണ്. അതായത് വിവാഹം കഴിക്കുന്നവരെയുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ആ കാലഘട്ടം അതിൽ പൂർണ്ണമായിട്ടും നമ്മൾ പഠനത്തിലും ആത്മീയ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്ന പഠിക്കുന്നതിലൊക്കെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നാണ് നമ്മുടെ ധർമ്മപ്രകാരം, സനാതന ധർമ്മപ്രകാരം പറയാം. അപ്പോൾ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ സഞ്ചരിക്കുന്നവൻ ആരോ അതാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഈ കാലഘട്ടത്തെ ഒഴിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ഈ 4 കാലഘട്ടങ്ങൾ പറയുന്നുണ്ടെങ്കിലും ബ്രഹ്മചര്യം ഈ 4 കാലഘട്ടത്തിലും പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് സത്യം. ഒരു ആത്മാന്വേഷകനെ സംബന്ധിച്ചിടത്തോളം, സാധാരണഗതിയിലുള്ള ഒരു ഭൗതിക ജീവിതം നയിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മചര്യത്തിന് അത്ര പ്രാധാന്യമില്ല. സത്യം അന്വേഷിക്കുന്ന ഒരു സത്യാന്വേഷിയെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മചര്യത്തിന് ആണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അപ്പോൾ എന്തുകൊണ്ടാണ് ബ്രഹ്മചര്യത്തിന് ഇത്രയും പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രഹ്മചര്യം ഇല്ലാതെ, കാരണം ബ്രഹ്മചര്യം സംഭവിക്കണമെങ്കിൽ പൂർണ്ണമായിട്ടും ജീവിതത്തിലെ വൈരാഗ്യം വന്ന് ആത്മസത്യം ബോധ്യമാവണമെന്ന ആത്മവിചാരം ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ബ്രഹ്മചര്യം സംഭവിക്കുകയുള്ളൂ. സ്വാഭാവികതയിൽ സംഭവിക്കേണ്ട സംഭവമാണ് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ. പക്ഷേ ആ ബ്രഹ്മചര്യം സംഭവിക്കുന്നതിലേക്ക് ആ വ്യക്തിയെ പാകപ്പെടുത്തിയെടുക്കാൻ അയാളെ അനുവർത്തിക്കേണ്ട കാര്യങ്ങളെയും നമ്മൾ സാധാരണഗതിയിൽ ബ്രഹ്മചര്യം എന്ന് പറയാറുണ്ട്. അത് ബ്രഹ്മചര്യത്തെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ടൊരു ഗ്രന്ഥം തന്നെ നമ്മുടെ ശിവാനന്ദ സ്വാമികൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. ഹിമാലയ സാനുകളിൽ തപസ് അനുഷ്ഠിച്ചിട്ടുള്ള ഒരു മഹാനായിരുന്നു ശിവാനന്ദ സ്വാമികൾ. ഇപ്പൊ ശിവാനന്ദ സ്വാമികളുടെ ഗ്രന്ഥത്തില് ബ്രഹ്മചര്യത്തെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും അതിൽ പറയുന്നത് മനുഷ്യന്റെ ലൈംഗികതയുമായി ബന്ധപ്പെട്ടാണ്. സെക്ഷൽ നീഡ്സും സെക്ഷൽ ഡിസയറും സെക്ഷൽ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ബ്രഹ്മചര്യം അനുഷ്ഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ലൈംഗിക കോശം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഏതൊരു ജീവിയാണെങ്കിലും അവൻ ജനിക്കുന്നത് ലൈംഗികതയിലൂടെയാണ്. അപ്പം അലൈംഗികതയുണ്ട്, ലൈംഗികതയുണ്ട്. സെക്ഷൽ ഇതിലൂടെയാണ് ഒരു കുഞ്ഞു പിറക്കുന്നത്. അപ്പോൾ സെക്ഷൽ എനർജി തന്നെയാണ് ഡിവൈൻ എനർജി എന്ന് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുള്ളൂ. അപ്പം ഞാൻ ശിവാനന്ദ സ്വാമികൾ പറഞ്ഞ ആ പോയിന്റിലേക്ക് തന്നെ വരാം. സാധാരണ രീതിയിൽ ഒരു സെക്ഷൽ ഇന്റർകോഴ്സിലൂടെയോ അല്ലെങ്കിൽ മാസ്റ്റർബേഷനിലൂടെയോ ഒരു വ്യക്തിയിൽ നിന്ന് സെക്ഷൽ എനർജി നഷ്ടപ്പെടും എന്നാണ് അദ്ദേഹം പറയുന്നത്.
സെക്ഷൽ എനർജി നഷ്ടപ്പെടുമ്പോൾ, നോർമലി എനർജി നഷ്ടപ്പെടുമ്പോൾ അതിൽ ഡിവൈൻ എനർജി കൂടി നഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു തുള്ളി സെമനിൽ 60 തുള്ളി ബ്ലഡ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു തുള്ളി സെമൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ബോഡി 60 തുള്ളി ബ്ലഡ് യൂസ് ചെയ്തിട്ടാണ് ഒരു സെമൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിലൂടെ അത്രയും സെമൻ നഷ്ടപ്പെടുമ്പം അത്രയും സെക്ഷൽ എനർജി, ഡിവൈൻ എനർജിയാണ് നമുക്ക് നമ്മുടെ ഒരു ബന്ധത്തിലൂടെ നഷ്ടപ്പെടുന്നത്. അതിനെ പ്രിസർവ് ചെയ്യണമെന്നാണ് അദ്ദേഹം ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ആ കാര്യത്തിലൂടെ പറഞ്ഞു വരുന്നത്. ഇപ്പം ഞാനിത് പറയാൻ കാരണം, ഈ ഏതൊരു വ്യക്തിയുടെയും എനർജി നഷ്ടപ്പെടുന്നത് പല രീതിയിലുണ്ട്. അപ്പം നമുക്ക് സെക്ഷൽ എനർജി, സെക്ഷൽ ബന്ധത്തിലൂടെ നമുക്ക് നഷ്ടപ്പെടാം. നമുക്ക് എനർജി നഷ്ടപ്പെടുന്ന വേറൊന്നാണ് നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിലൂടെ. അത് പ്രധാനമായിട്ടും സെക്ഷായിട്ട് ബന്ധപ്പെട്ടത് ത്വക്കേന്ദ്രിയാണ്, അതായത് സ്പർശന സുഖം, അതായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മളെ ഈ സ്കിന്നായിട്ട് ബന്ധപ്പെട്ടതാണ് ലൈംഗികത എന്ന് പറഞ്ഞാൽ. അപ്പം അതിലൂടെ നഷ്ടപ്പെടുന്ന ഒരു എനർജിയാണ് സെക്ഷൽ എനർജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് കണ്ണിലൂടെ കാഴ്ചയിൽ നമ്മൾ ആവശ്യമുള്ളതും അനാവശ്യമായ കാഴ്ചകളും നമ്മൾ കാണും. അതിലൂടെ, അതുപോലെ കേൾവിയിലൂടെ നമുക്ക് നഷ്ടപ്പെടാം എനർജി. ഉദാഹരണം, നമ്മൾ നല്ലൊരു പാട്ട് ശ്രവിക്കുമ്പോൾ നമ്മൾക്ക് ആനന്ദം ഉണ്ടാവുമെങ്കിൽ പോലും നമ്മൾ അതിലൂടെ സ്പെൻഡ് ചെയ്യുന്നത് ഈ സെക്ഷൽ എനർജീനെ തന്നെ. അതായത് മൊത്തത്തിൽ ഒരു ബോഡിയിൽ പ്രധാനമായിട്ടും ഡിവൈൻ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എല്ലാം സെക്ഷൽ എനർജിയാണ്. അപ്പോൾ സെക്ഷൽ എനർജി ശരിക്കും മൂലാധാരത്തിൽ നിന്ന് സ്വാധിഷ്ഠാനത്തിലേക്ക് വന്ന്, സ്വാധിഷ്ഠാനത്തിലൂടെയാണ് ഒരാൾ സെക്ഷൽ ഇൻ്റർകോഴ്സിലൂടെയോ മറ്റോ ബന്ധപ്പെടുമ്പോൾ അയാളുടെ എനർജി നഷ്ടപ്പെടുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ പറയില്ലേ, 7 ചക്രങ്ങളും നമുക്കുണ്ട്. അതായത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപ്പുരം, അനാഹത, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. ഈ എനർജി സെൻറ്റേഴ്സിലൂടെയാണ് ഇപ്പം നമ്മൾ ഈ സെക്ഷൽ എനർജി സാധാരണഗതിയിൽ സഞ്ചരിച്ച് അത് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള മറ്റു എനർജി ആയിട്ട് ട്രാൻസ്ഫോം ആവുന്നത്. അപ്പം നമ്മളൊരു നല്ല പാട്ട് കേൾക്കുമ്പോൾ നമ്മളുടെ ആ സെക്ഷൽ എനർജി ട്രാൻസ്ഫോം ആയിട്ട് ഡിവൈൻ എനർജി ആയിട്ടാണ് നമ്മൾ ആ പാട്ടിനെ ആസ്വദിക്കാൻ പറ്റുന്നത്. അതുപോലെ നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം ആസ്വദിക്കുന്നതും ഈ എനർജി യൂസ് ചെയ്തിട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നല്ല കാഴ്ചകൾ, നമ്മൾ മനസ്സിന് കുളിർമുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കുമെങ്കിൽ പോലും നമ്മളിൽ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എനർജിനെയൊക്കെ നമ്മൾ ഒരു ബ്രഹ്മചാരിയെ സംബന്ധിച്ചിടത്തോളം അനാവശ്യ ചിന്തകളിലേക്കോ അനാവശ്യ കാഴ്ചകളിലേക്കോ അനാവശ്യ കേൾവികളിലേക്കോ അയാളെ മനസ്സിനെ സഞ്ചരിപ്പിക്കില്ല. അയാൾ സഞ്ചരിപ്പിക്കുന്ന മനസ്സിനെ പൂർണ്ണമായിട്ടും ആത്മവിചാരത്തിലേക്കും ആത്മീയമായ കാര്യങ്ങൾ കേൾക്കാനുമായിരിക്കും. അപ്പം ആത്മീയമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അയാളുടെ എനർജി എന്താ സംഭവിക്കുന്നത്? അത് മൾട്ടിപ്ലൈ ചെയ്യുക. അതുകൊണ്ട് അയാളുടെ കോൺഷ്യസ്നെസ് ഹൈ ലെവലിലേക്ക് ഉയരും. സ്പെക്ട്രം ഓഫ് കോൺഷ്യസ് ലെവൽ എന്ന് നമ്മൾ പറയും. ഈ സ്പെക്ട്രം ഓഫ് കോൺഷ്യസ് ലെവൽ 7 തലങ്ങളിലേക്ക് ഉയരുന്നതൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഏതൊരു എനർജി ഡോർമെൻ്റ് ആയിട്ടാണ് എല്ലാവരിലും കിടക്കുക. അപ്പം നമ്മളിപ്പോൾ ഈ എനർജീനെ നമ്മൾ കുണ്ടലിനി എനർജി പറയും. കുണ്ടലിനി ശക്തി എന്ന് പറഞ്ഞാൽ ലൈംഗിക ഊർജം തന്നെയാണ്. ആ സെക്ഷൽ എനർജീനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫോം ആയിട്ട് ഡിവൈൻ എനർജി ആയിട്ട് ട്രാൻസ്ഫോം ആവുന്നത്. ഇപ്പം ഡിവൈൻ എനർജി ആയിട്ട് ട്രാൻസ്ഫോം ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പൂർണ്ണമായിട്ടും ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുക, സത്സംഗങ്ങൾ പങ്കെടുക്കുക, ആത്മീയമായ കാര്യങ്ങൾ ചിന്തിക്കുക, ഈശ്വരനെ കുറിച്ച് എപ്പോഴും സദാ ചിന്തിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം ആ എനർജി അവിടെ നിന്ന് മൂലാധാരത്തിൽ നിന്ന് സ്വാധിഷ്ഠാനത്തിലേക്കും, സ്വാധിഷ്ഠാനത്തിൽ നിന്ന് മണിപ്പുരത്തിലേക്കും, മണിപ്പുരത്തിൽ നിന്ന് അനാഹതയിലേക്കും, അനാഹതയിൽ നിന്ന് അത് വിശുദ്ധിയിലേക്കും, വിശുദ്ധിയിൽ നിന്ന് ആജ്ഞയിലേക്കും, ആജ്ഞയിൽ നിന്ന് സഹസ്രാരത്തിലേക്ക് ഉയരുമ്പോൾ മാത്രമേ എനർജി പൂർണ്ണമായിട്ടും ട്രാൻസ്ഫോം ആവുള്ളൂ. അപ്പോഴും മാത്രമേ അയാൾക്ക് ആത്മീയമായ കാര്യങ്ങളെ കുറിച്ചും ആത്മാനുഭവമൊക്കെ ഉണ്ടാവുകയുള്ളൂ. ആത്മസത്യം ബോധ്യമാകുക എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള അന്തരാത്മാവ് തന്നെ അനുഭവമായിട്ട്, അറിവായിട്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ, ജ്ഞാനമായിട്ട് വരണമെങ്കിൽ ഈ എനർജി മേലേക്ക് വരണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ബ്രഹ്മചര്യത്തിൽ നിന്നാണ് തുടങ്ങിയിട്ട്.
അപ്പം ബ്രഹ്മചര്യം അനുഷ്ഠിക്കുമ്പോൾ മാത്രമേ ഈ എനർജി പൂർണ്ണമാവധിയിൽ അത് ട്രാൻസ്ഫോം ആവുള്ളൂ. അപ്പം എന്തുകൊണ്ടാണ് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ അയാൾ ആ എനർജിനെ പ്രിസർവ് ചെയ്യും. ഒരു ബ്രഹ്മചാരി സാധാരണഗതിയിൽ ഇപ്പം ഈവൻ ഗൃഹസ്ഥാശ്രമിയാണെങ്കിൽ പോലും അയാൾ വ്രതങ്ങൾ എടുക്കും. ഇപ്പം നമ്മൾ നോക്കുക, നമ്മൾ ശബരിമല അയ്യപ്പനെ കാണാൻ 41 ദിവസം വ്രതമെടുത്ത് പോകാറില്ലേ? അപ്പം ഈ 41 ദിവസം വ്രതം എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പൂർണ്ണമായിട്ട് അയാൾ ബ്രഹ്മചാരിയാണ്, അവിടെ അയാൾ അനുഷ്ഠിക്കുകയാണത്. അപ്പോൾ അയാൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. അനാവശ്യമായ ചിന്തകളിലേക്ക് പോകില്ല, അനാവശ്യമായ സംസാരം ഉണ്ടാവില്ല, സ്ത്രീകളായിട്ടുള്ള സംസർഗം ഉണ്ടാവില്ല. പിന്നെ പൂർണ്ണമായിട്ടും അയാൾ എല്ലാം ശുദ്ധിയിലായിരിക്കും ഉണ്ടാവുക, പൂർണ്ണ ശുദ്ധിയിൽ. അപ്പം നിങ്ങളിലെ ഭയങ്കരമായിട്ട് ഡിവൈൻ എനർജി ട്രാൻസ്ഫോം ആയിട്ട് ഭയങ്കരമായ നിങ്ങളെ പ്രകാശം, നിങ്ങളെ മനസ്സും ശരീരവും ഒക്കെ ഒന്ന് പ്രകാശിക്കുന്നത് കാണാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഒരു ശരീരത്തെ നമ്മൾ പൂർണ്ണമായിട്ടും നോക്കിക്കഴിഞ്ഞാൽ ആ ശരീരം അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഒരു ജീവനെ പൊതിഞ്ഞിരിക്കുന്ന 5 പാളികൾ, ഓറ എന്ന് പറയും, ഓറകളാണ് ഇത്. അപ്പോൾ ഈ ഓറ പൂർണ്ണമായിട്ടും പ്രകാശിക്കണമെങ്കിൽ നമ്മുടെ ഡിവൈൻ, അതായത് സെക്ഷൽ എനർജി ഡിവൈൻ എനർജി ആയിട്ട് ട്രാൻസ്ഫോം ആയിട്ട് അതിനെല്ലാം ഭേദിക്കണം. അതായത് അന്നമയ കോശത്തിൽ നിന്നത് പ്രാണമയ കോശത്തിലേക്കും, പ്രാണമയ കോശത്തിൽ നിന്ന് മനോമയ കോശത്തിലേക്കും, മനോമയ കോശത്തിൽ നിന്ന് വിജ്ഞാനമയ കോശത്തിലേക്കും, വിജ്ഞാനമയ കോശത്തിൽ നിന്ന് ആനന്ദമയ കോശത്തിലെയും ഭേദിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടും നമ്മൾക്ക് സത്യം ബോധ്യമാവുള്ളൂ. സാധാരണ ഒരു ഭൗതികനെ സംബന്ധിച്ചിടത്തോളം അത് അന്നമയ കോശവും പ്രാണമയ കോശവും ഉണ്ടാവുള്ളൂ. മനോമയ കോശം വരെ എത്തും. വിജ്ഞാനമയ കോശത്തിലേക്കോ ആനന്ദമയ കോശത്തിലേക്കും അത് സഞ്ചരിക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ സാധാരണഗതിയിൽ ആത്മീയമായി യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ധ്യാനം ചെയ്യും, മെഡിറ്റേഷൻ ചെയ്യും, പ്രാണായാമം ചെയ്യും. ഇതൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ അയാളുടെ എനർജി പൂർണ്ണമായും ട്രാൻസ്ഫോം ആവുള്ളൂ. ഇപ്പം നമ്മൾ സത്സംഗങ്ങൾ പങ്കെടുക്കുന്നുണ്ട്, ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുന്നുണ്ട്, ഭഗവത്ഗീത, ഭാഗവതം, അതുപോലെയുള്ള മഹത് ഗ്രന്ഥങ്ങൾ, ഇപ്പം ബൈബിളാണ്, അതുപോലെയുള്ള ഏത് ഗ്രന്ഥങ്ങളാണെങ്കിലും, ആത്മീയമായ ഗ്രന്ഥങ്ങളാണെങ്കിൽ അത് നമ്മൾ വായിക്കുമ്പം സാധാരണഗതിയിൽ സ്വാഭാവികതയിൽ ഈ എനർജി ട്രാൻസ്ഫോം ആവും. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും സത്സംഗങ്ങളിൽ പങ്കെടുക്കണം എന്ന് പറയാം. സത്സംഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികതയിൽ ഈ എനർജി മേലേക്ക് വരും. അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന ഒരു പോയിന്റ് എന്താ വെച്ചാൽ, ബ്രഹ്മചര്യത്തിൽ ഈ എനർജിനെ നമ്മൾ എങ്ങനെ പ്രിസർവ് ചെയ്യും? അയാളെ എല്ലാം ഇപ്പം ഒരു ഗൃഹസ്ഥാശ്രമയെ സംബന്ധിച്ചിടത്തോളം പറയുക, എങ്ങനെയാണ് അയാൾ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക എന്ന് സ്വാഭാവികമായ ചോദ്യം വരും. എന്നാലും അയാൾക്ക് വ്രതങ്ങൾ എടുക്കാം. ഇടയ്ക്കൊക്കെ അയാൾക്ക് 40 ദിവസമോ അല്ലെങ്കിൽ 30 ദിവസമോ അല്ലെങ്കിൽ 15 ദിവസമോ ഒക്കെ വ്രതങ്ങൾ എടുക്കാം. പൂർണ്ണമായിട്ടും ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് ഇടയ്ക്കൊക്കെ അയാൾക്ക് വ്രതങ്ങൾ എടുക്കാം. അതാണ് നമ്മൾ ഈ പറയുന്ന ഒരുപാട് വ്രതങ്ങളുണ്ടല്ലോ, എല്ലാ മതങ്ങളിലും വ്രതങ്ങളുണ്ട്. ആ വ്രതങ്ങൾ എടുക്കുമ്പോൾ സ്വാഭാവികതയിൽ ആ സമയത്ത് പൂർണ്ണമായിട്ടും അയാളിൽ എനർജി മേലേക്ക് ഉയരും. അങ്ങനെ ഉയർന്ന് നമ്മുടെ ഹൃദയത്തിൽ, അതായത് അനാഹത സെന്ററിൽ വരെ എത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ ഒരുപാട് അനുഭവങ്ങൾ അയാൾക്ക് ഉണ്ടാവും. അയാൾക്ക് ആത്മീയ ആനന്ദം ഉണ്ടാവും. വിശുദ്ധിയിലേക്കോ അല്ലെങ്കിൽ ആത്മീയയിലേക്കോ എത്തുമ്പോൾ മാത്രമേ അയാളിൽ അറിവ് വരുള്ളൂ. അറിവ് ഉറവായി വരിക, അന്തരാത്മാവ് തന്നെ അറിവ് ഉറവായിട്ട് നമ്മൾ ഉള്ളിൽ വരും. അപ്പോഴേ നമുക്ക് അറിവ് ജ്ഞാനമായിട്ട് വരുള്ളൂ. അതുവരെ നമ്മളിൽ പല ദർശനങ്ങളും മറ്റുമൊക്കെ വരെയായിരിക്കും. അതായത് നമ്മൾ പല ഈശ്വര രൂപങ്ങൾ കണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ ഗുരുക്കന്മാരെ കണ്ടിട്ടുണ്ടാവാം. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ എനർജി ട്രാൻസ്ഫോം ആയിട്ട് മേലെ ഉയരുമ്പോൾ വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ ചരിക്കുന്നത് തന്നെയാണെങ്കിൽ പോലും ലൈംഗികത വളരെയധികം പ്രാധാന്യം ഇതിലുണ്ട്. ലൈംഗികതയെ നമ്മൾ അതിൻ്റെ പരിഭാവനമായിട്ട് തന്നെ കാണുന്നതോടൊപ്പം തന്നെ അതിനെ സെക്ഷൽ എനർജിനെ പ്രിസർവ് ചെയ്യാനും ശ്രമിക്കണം. സെക്സ് പാപമല്ല, അപ്പോൾ ലൈംഗികത പാപമാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. ലൈംഗികത ഈ പ്രകൃതി നൽകിയിട്ടുള്ള ഒരു വരദാനമാണ്. ഈ ഭൂമിയിൽ ആ പ്രകൃതി നൽകിയിട്ടുള്ള ജീവനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ഉള്ള ഒരു മാർഗത്തെ ആണ് ലൈംഗികത എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു ഭാഗമാണത്. അപ്പം അതിലൂടെ അത് മനുഷ്യൻ്റെ ഈ വർദ്ധനവിന് പുറമെ മനുഷ്യന്
സുഖവും സമാധാനവും ഒക്കെ നൽകുന്ന ഒരു പരിപാവനമായ ഒരു സംഭവം കൂടിയാണ് ഈ ലൈംഗികത എന്ന് പറയുന്നത്. പക്ഷെ അതിൽ അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ മനുഷ്യൻ എന്ത് സംഭവിക്കും? അയാളുടെ എനർജി താഴേക്ക് പോകും. കാരണം അതിൽ കൂടുതൽ ഇതിനെ യൂസ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ അയാൾക്ക് എനർജി നഷ്ടപ്പെട്ടു പോകും. നഷ്ടപ്പെടാതെ അയാൾ പ്രിസർവ് ചെയ്തിട്ട് അതിലൂടെ അയാൾ കൂടുതൽ ആ എനർജിനെ ട്രാൻസ്ഫോം ആക്കാൻ ശ്രമിക്കണം എന്നാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെ അനുഷ്ഠിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് സാധാരണഗതിയിൽ ഒരു അവിവാഹിതനെ സംബന്ധിച്ചിടത്തോളം ഇതിലത്ര പ്രയാസമില്ല. പക്ഷെ വിവാഹിതനെ സംബന്ധിച്ചിടത്തോളം അയാൾ വ്രതങ്ങളൊക്കെ എടുത്ത് സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോൾ 41 ദിവസത്തെ വ്രതത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതേപോലുള്ള വ്രതങ്ങളൊക്കെ എടുത്ത് എനർജി എങ്ങനെ ട്രാൻസ്ഫോം ആവുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതിനതിന് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. സെക്സിനെ കുറിച്ചും ലൈംഗികതയെക്കുറിച്ചും അതുപോലെ ബ്രഹ്മചര്യത്തിൻ്റെ ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളോട് ചോദിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. കൂടുതൽ കാര്യങ്ങൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഓക്കെ, നന്ദി.